ഹായ് ഹലോ. ഞാൻ മെഞ്ഞാന്ന് ലുലു പോയ വീഡിയോ എൻ്റെ കൂട്ടുകാരെല്ലാവരും കണ്ടായിരുന്നോ? അപ്പോൾ ലുലു പോയ സമയത്ത് ഞാൻ എൻ്റെ അച്ഛയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടതല്ലേ, അവിടെ നമ്മൾ വാച്ച് എടുക്കുന്നത് കണ്ടതാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ കൂടി ആ വാച്ച് ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഫോസിലിൻ്റെ വാച്ചാണ് മേടിച്ചത്. അപ്പം എന്താ പറയുന്നത്, ഡിജിറ്റൽ അല്ല, നോർമലായിട്ടുള്ള വാച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം. ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ക്യാഷ് കൊടുത്തത് അച്ഛയാണ് കേട്ടോ. കാരണം ഞാൻ പൈസ കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തത് അച്ഛയാണ്. പക്ഷെ സാധനം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ സത്യാവസ്ഥ. അച്ഛൻ വേണോ വേണ്ടേ എന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, നമുക്ക് പൈസ പിന്നെ ആയാലും ഉണ്ടാക്കാൻ നിങ്ങളുടെ ആഗ്രഹമല്ലേ, നിങ്ങളൊരു വാച്ച് ഇങ്ങ് എടുത്തോ, ഞാൻ വാങ്ങിച്ചു തരുന്ന കാര്യം ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ കൊണ്ട് വാച്ച് മേടിപ്പിച്ചു കഴിഞ്ഞപ്പം അച്ഛനോട് പറഞ്ഞു ശരി എന്നാൽ ക്യാഷ് കൊടുത്തോ എന്ന് പറഞ്ഞ വെച്ച് ഞാൻ അപ്പുറത്തോട്ട് പോവുകയും ചെയ്തു. ഇതാണ് നടന്നത്. അപ്പം ഇത് വന്നിട്ട് വാറണ്ടി കാർഡ് കേട്ടോ. വാറണ്ടി കാർഡാണോ ഗ്യാരണ്ടി കാർഡ്? വാറണ്ടി കാർഡാണ് കേട്ടോ. അപ്പം ഇത് 2 വർഷത്തേനാണ് ഈ വാച്ചിന് വാറണ്ടി ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ബോക്സിനകത്തൊക്കെ അവർ പാക്ക് ചെയ്ത് തന്നെ. ആ ബോക്സ് നിങ്ങളെ കാണിച്ചില്ല, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു നല്ലൊരു ബോക്സിനകത്താണ് വെച്ചേക്കുന്നത്. കാണാനൊക്കെ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ എന്താ പറഞ്ഞത്, വാച്ച് വേണ്ടാത്ത സമയത്ത് ഊരി ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊടി അഴുക്കൊന്നും കയറാതെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ നല്ല ബോക്സ് ആയതുകൊണ്ട് അതങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, അപ്പം നമ്മുടെ വാച്ച് ഇതാണ്. പിന്നെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അച്ഛയ്ക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്ത വാച്ച് ഇതാണ് കേട്ടോ. അപ്പം അച്ഛയ്ക്ക് ഈ കളറാണ് എപ്പോഴും ഇഷ്ടം. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, മറ്റേ ചെയിൻ്റെ വാച്ച് ഇഷ്ടമല്ല ആൾക്ക്. എപ്പോഴും ഇങ്ങനത്തെ ഈ സ്ട്രാപ്പിൻ്റെ വാച്ചാണ് ഇഷ്ടം. അപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ അല്ല ഇഷ്ടം, എനിക്ക് ചെയിൻ്റെ വാച്ചാണ് ഇഷ്ടം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാനൊരു ചെയിൻ്റെ വാച്ച് വാങ്ങിക്കുന്നതായിരിക്കും. ഞാൻ കുറേ നാളായിട്ട് ഞാൻ നോക്കുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ ഇതുവരെയായിട്ട് വാങ്ങൽ നടന്നിട്ടില്ല. ഈ വാച്ച് വാങ്ങിക്കാൻ പോയപ്പോഴും നല്ലൊരു ഗോൾഡൻ്റെ നല്ലൊരു ചെയിൻ്റെ ഒരു വാച്ച് പിന്നെ അവിടെ കണ്ട് ഞാൻ കയ്യിലൊക്കെ കെട്ടിയൊക്കെ നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിന് നല്ല പൈസയായിരുന്നു. അതുകൊണ്ട് ഇത് മേടിച്ചപ്പോൾ തന്നെ അച്ഛയ്ക്ക് ഒരുവിധം പിന്നെ പൈസ തരുന്നതിന് തീരുമാനമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വാച്ച് മേടിക്കാറെക്കൊണ്ട് ഞാൻ ഇത് ചെയ്തില്ല. അടുത്ത പ്രാവശ്യം ഞാൻ മേടിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടോ, എൻ്റെ അച്ഛയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്ത വാച്ച്. പക്ഷേ ഞാൻ വാങ്ങിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും പറയാം കാശ് എൻ്റെതല്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേറ്റ് എത്ര ആയിരുന്നു? 14 ആയിരുന്നു. പക്ഷേങ്കിൽ ഡിസ്കൗണ്ട് ഇല്ലായിരുന്നു. ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഡിസ്കൗണ്ട് പോയിട്ട് എത്ര അന്ന് പിന്നെ ലുലുവിൽ ഓഫർ ഉണ്ടായിരുന്നു. 9300 ബില്ല് എവിടാന്ന് 9300 എന്തോ കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നെ 14,000 ആയിരുന്നു. അപ്പം പക്ഷേ നമ്മൾ കൊടുത്തത് 9300 ആണെന്ന് തോന്നുന്നു. 9300 9200 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ വാച്ച് വാങ്ങിച്ചതല്ലേ ഉള്ളൂ, അത് നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ അച്ഛയുടെ വാച്ച്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ വെറുതെ ചുമ്മാതെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം ഇത് ചെറിയൊരു വിശേഷമായിട്ട് എൻ്റെ കൂട്ടുകാർ കണക്കാക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.